എനിക്ക് കിട്ടാത്തൊന്നും ആർക്കും കിട്ടരുത് എന്ന ആഗ്രഹവും ഇത് രണ്ടും ഉണ്ടാവും. ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് മോഹ മനസ്സാണ് എന്നത്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എല്ലാവരും എനിക്ക് കിട്ടേണ്ടതാണ്. രണ്ട്, ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല, രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് കിട്ടാത്തൊന്നും ആർക്കും കിട്ടരുത്. ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ട്, ഞാനിപ്പോൾ വന്നിട്ട് 45 കൊല്ലമായി. ആ 45 കൊല്ലം അതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് കിട്ടാത്തൊന്നും ഞാൻ ആർക്കും കിട്ടരുത് എന്നതാണ് മോഹമനസ്സ്. സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും. ഇമ്മയാണെങ്കിലും ശ്രദ്ധിക്കട്ടോ നിങ്ങൾ, ഇമ്മയാണെങ്കിലും ഒരു പെണ്ണാണല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകൻ്റെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ്. നല്ലോണം മനസ്സിലാക്കണേ. സ്നേഹം വീതിക്കപ്പെടും. മനസ്സിലാവാനൊരു കാര്യം പറയാം. ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, ഭാര്യനോട് നല്ല സ്നേഹിക്കാരം. ഒരു കുട്ടി ഉണ്ടായി, ഭാര്യയോട് അല്പം കുറയും. ആ കുറഞ്ഞത് ആരിലേക്ക് നീങ്ങും? കുട്ടിയിലേക്ക് നീങ്ങും. രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടായാൽ 2 കുട്ടികളോടായി സ്നേഹം. അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഭാര്യക്ക് കൊടുത്തിട്ടുള്ളത്. സ്നേഹം, ഓൻ്റെ അടുത്തുള്ള സ്നേഹം വീതിച്ചു കൊടുത്തിട്ടാണ്. ഇത് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഭാര്യ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെന്താ വേണ്ടത്? അതിൽ ഐഡിയ ഉണ്ട്. അതിനെന്താ വേണ്ടത്? അമ്മായിമാക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താൽ മതി. വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് 250 ഉറുപ്പ്യ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിമാരോട് പറയും, അമ്മ എനിക്ക് ഒരു നീലമാക്സ് വേണം, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുവരുള്ളൂ, നിങ്ങളൊന്ന് പറയുണ്ടോ എന്ന് പറയാം. രാവിലെ മൂപ്പര് ഓട്ടും ചൂട്ടൊക്കെ ഇട്ട് ഉപ്പായൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഓക്കൊരു മാക്സി വേണത്രേ, ഇജ്ജ് കൊടുന്നെടുത്തോണ്ടെന്ന് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുകൊണ്ടിട്ടോ എന്ന് പറയും. മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാൽ ഇമ്മാക്ക് സ്നേഹമായി, ഓൾക്ക് മാക്സിയായി. സംഗതി നടന്നു. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ അതൊക്കെ ചെയ്തിട്ട് വേണമല്ലോ എന്ന് ആലോചിക്കണമെങ്കിലോ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. വേറുള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിന്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ്, വേറെ എവിടെയല്ല. അവിടെ നിന്ന് തന്നെ അത് കിട്ടുള്ളൂ. കയ്യിലാണ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചായിരുന്നു.